2003 എ.ബി. വാജ്പേയിയുടെ കാലത്താണ് ചബഹർ എന്ന ആശയം ഇന്ത്യ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. പിന്നീട് 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശനത്തോടെ ഇതിന് ജീവൻ വെച്ചു. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്ത് ചൈന നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന മറുപടിയായിട്ടാണ് ലോകം ഇതിനെ കണ്ടിരുന്നത്. എന്നാൽ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പദ്ധതി വിചാരിച്ച വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതാണ് ഇന്ത്യയുടെ പ്ലാനുകൾക്ക് കിട്ടിയ ആദ്യ തിരിച്ചടി. ചബഹർ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് ചരക്കുകൾ എത്തിച്ച് അവിടെ ഒരു വലിയ വിപണി സൃഷ്ടിക്കാമെന്ന ഇന്ത്യയുടെ കണക്കുകൂട്ടലുകൾ ഇതോടെ അപ്രസക്തമായി. താലിബാന്റെ രാഷ്ട്രീയ നിലപാടുകളും അവിടത്തെ അസ്ഥിരതയും ഇന്ത്യയെ പ്രതിരോധത്തിലാക്കി. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തടസ്സം അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളാണ്. ചബഹർ പദ്ധതിക്ക് ഉപരോധങ്ങളിൽ നിന്ന് അമേരിക്ക ചില ഇളവുകൾ നൽകിയിരുന്നുവെങ്കിലും പ്രായോഗിക തലത്തിൽ ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ബാങ്കുകൾ ഇറാനുമായുള്ള ഇടപാടുകൾക്ക് മടിക്കുന്നത് കാരണം തുറമുഖത്തിനാവശ്യമായ ഭീമൻ ക്രെയിനുകളും മറ്റ് യന്ത്രസാമഗ്രികളും എത്തിക്കാൻ ഇന്ത്യക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. വിതരണക്കാർ പലരും ഉപരോധം ഭയന്ന് പിന്മാറുന്ന അവസ്ഥയാണുള്ളത്. ഇത് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ വർഷങ്ങളോളം പിന്നോട്ടടിച്ചു.